അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകം ഒന്നാകെ കാത്തിരുന്ന സമയം, മലയാളി പെൺകുട്ടി യമനിൽ നഴ്സായി ജോലിക്ക് പോയ നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള സമയം, ഇന്ത്യൻ കോടതികളും ഇന്ത്യൻ ഭരണകൂടവും എല്ലാം അവളുടെ മോചനത്തിന് വേണ്ടി ആപതും ശ്രമിച്ചു. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അതിനൊരു കാരണമുണ്ട്. യമൻ ആഭ്യന്തര കലാപങ്ങൾക്ക് ശേഷം അവിടെയുള്ള ഭരണത്തിൻ്റെ വല്ലാത്തൊരു സങ്കീർണകരമായ അവസ്ഥയാണ്. 2014 നിമിഷപ്രിയ യമനിൽ ക്ലിനിക്ക് ആരംഭിക്കുന്നത്. 2017 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 2020 നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് സെനയിലെ കോടതി ഉത്തരവ് വരുന്നത്. ആ വധശിക്ഷ വിധിച്ചത് ജൂലൈ 16 നാളെയായിരുന്നു. എല്ലാ ശ്രമവും പരാജയപ്പെട്ട സമയത്താണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് നമ്മൾ വിളിക്കുന്ന കാന്തപുരം ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഇന്ന് കേവലം മണിക്കൂറുകൾ കൊണ്ട് ഫലം കണ്ടത്. അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് സഹജീവികളോടുള്ള സ്നേഹവും കാരുണ്യവുമാണ്. ഇസ്ലാമിൻ്റെ പ്രവാചകൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, ആ ഹദീസിൻ്റെ ഏറ്റവും പ്രശസ്തമായ, ലോകപ്രശസ്തമായ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരി കഴിഞ്ഞ 60 വർഷക്കാലം, 6 പതിറ്റാണ്ടുകാലം ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് അധ്യാപനം നടത്തുന്ന, കേരളത്തിന് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ അപൂർവമായ മഹത്വത്തിനുടമയാണ് കാന്തപുരം ഉസ്താദ്. ആ സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ് ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് പറയുന്ന അൽ മുസൽസലാത്തുൽ അവ്വലിയ എന്ന ഖ്യാതിയുള്ളൊരു ഹദീസ്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, അവിടെ ജാതിയോ മതമോ മറ്റൊന്നും നിങ്ങൾക്ക് തടസ്സമാവരുത്. എന്നാൽ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ, ആകാശത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനായ അള്ളാഹുവിൻ്റെ കരുണ നിങ്ങൾക്കുണ്ടാവുമെന്ന ഹദീസ്. ആ ഹദീസിൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാ മാനവികമായ ഇടപെടലുകളും ഈ കഴിഞ്ഞ അരനൂറ്റാണ്ടുകാലം, അതിലേറെക്കാലം കേരളത്തിന്, രാജ്യത്തിന്, ലോകത്തിന് ഉസ്താദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒരുപാട് വിമർശകരുണ്ട് ഉസ്താദിന്. പക്ഷേ ആ വിമർശകരൊക്കെ ഉസ്താദിനെ അറിയാത്തത് കൊണ്ടോ പഠിക്കാത്തത് കൊണ്ടോ നേരിട്ട് ആ ജീവിതം ആസ്വദിക്കാത്തത് കൊണ്ടോ ആണ്. പക്ഷേ എല്ലാ വിമർശനങ്ങളെയും എല്ലാ കൂരമ്പകളെയും എല്ലാം വകഞ്ഞു മാറ്റി ഉസ്താദ് എല്ലാ ഭൂഖണ്ഡങ്ങളെയും ഭേദിച്ചുകൊണ്ട് ലോകമൊട്ടുക്കും ഇന്ത്യയുടെ, ഈ മലയാള ഭൂമിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഉസ്താദിന് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നിമിഷപ്രിയ ചെയ്ത കുറ്റം, അതല്ലെങ്കിൽ വിധിച്ച ശിക്ഷ, അതേക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. നേരെ മറിച്ച് ഒരു മകൾ ജയിലിൽ ദീർഘകാലം കിടക്കേണ്ടി വരുന്ന വല്ലാത്തൊരവസ്ഥ, ആരും രക്ഷിക്കാനില്ലാതെ ഒരു കുടുംബം മുഴുവനും നിസ്സഹായമാകുന്ന അവസ്ഥ. ആ കുടുംബത്തിനു വേണ്ടി ഈ രാജ്യം ഒന്നടങ്കം ശ്രമിച്ചിട്ടും ആ ശ്രമങ്ങൾ അവിടുത്തെ ഭരണപരമായ ഒരു സങ്കീർണത കൊണ്ട് ഫലപ്രാപ്തിയിലെത്താത്ത ഒരു ഘട്ടത്തിൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ഈ മണിക്കൂറിനല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ ഈ ലോകത്തു നിന്നും എന്നേക്കുമായി അസ്തമിക്കാനുള്ളൊരു ജീവിതത്തിന് പുതിയൊരു ഉദയത്തിൻ്റെ പ്രതീക്ഷയാണ് നാളെ നടക്കാനിരിക്കുന്ന ശിക്ഷ. അത് മാറ്റിവെച്ചതിലൂടെ മലയാളികൾ, ലോകത്തുള്ള എല്ലാവരും ആശ്വസിക്കുന്നത്. ആ ചർച്ചകൾ ഇനിയും മുന്നോട്ട് പോകട്ടെ. തലാൽ അബ്ദു മഹദി എന്ന് പറയുന്ന കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബവുമായുള്ള ചർച്ചയിൽ ആ കുടുംബത്തിന് അലിവുണ്ടാവട്ടെ. അങ്ങനെ ആ മലയാളി പെൺകുട്ടി
നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരട്ടെ. ഇതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന് ഏറ്റവും വലിയ ശക്തമായ ഒരു പ്രവർത്തനമാണ് ഉസ്താദിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാനവികമായി വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു മാനവികമായ കാഴ്ചപ്പാടിനെ കൂടിയാണ് ഉസ്താദ് ലോകത്തിന് അവതരിപ്പിച്ചിട്ടുള്ളത്. അസ്സലാമു